ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. വളരെ സന്തോഷം എന്ന് വെച്ചാൽ വളരെ സന്തോഷം. കാരണം നമ്മുടെ VVS കട്ട്ലറീസിൻ്റെ രണ്ടാമത്തെ ഷോപ്പ് ഉദ്ഘാടനമാണ് അടിമാലിയിൽ മൂന്നാർ റോഡിൽ ഗവൺമെൻറ് സ്കൂളിൻ്റെ അടുത്ത്. VVS കട്ട്ലറീസിൻ്റെ നമ്മുടെ വിഷ്ണു മച്ചാൻ്റെ രണ്ടാമത്തെ ഷോപ്പ് ഉദ്ഘാടനമാണ്. അപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എൻ്റെ തൊട്ടടുത്ത് കാണാൻ ഷോപ്പ് ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ ഇന്ന് ഉദ്ഘാടനമാണ് 25-ാം തീയതി. അപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കടയുടെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സഹകരണവും എല്ലാം നമുക്ക് ഉണ്ടാവണം. മറ്റേ നമ്മുടെ അമ്പലപ്പടിക്ക് നമ്മുടെ ഷോപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. ആ ഷോപ്പ് വേറെ ബ്രാഞ്ചാണ് നമ്മളോട് തുടങ്ങിയിരിക്കുന്നത്. അവിടെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. അതുപോലെ തന്നെ സെയിം ഇവിടെ നിങ്ങളുടെ സഹകരണം എല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നു. പിന്നെ നമുക്ക് കടയിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടാൻ നമുക്ക് ഇവരാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ വിഷ്ണു മച്ചാനെ നിങ്ങൾ അറിയാം എല്ലാവർക്കും. നമ്മുടെ വിഷ്ണു മച്ചാൻ്റെ വല്യമ്മയും വല്യച്ഛനുമാണ് ഇരിക്കുന്നത്. ഇവരാണ് നമ്മളിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ കടയിൽ ഒത്തിരി വെറൈറ്റി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൂന്നാർ റോഡിൽ ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം. എല്ലാവരും മറക്കണ്ട. റോഡിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. ഇത് വിഷ്ണു മച്ചാൻ്റെ അമ്മയാണ്. അപ്പോൾ ഷോപ്പിൽ അത്യാവശ്യം എന്താ ഉദ്ഘാടനം ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനിയും വെറൈറ്റി ഒത്തിരി സാധനങ്ങൾ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ അതേ ഉദ്ഘാടനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉള്ളിൽ ഒത്തിരി വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി ഒന്ന് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇതൊക്കെ നിറച്ച് സാധനങ്ങൾ വരാനുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ഉദ്ഘാടനമായതുകൊണ്ട് ഇത്ര അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട്. കിറ്റിയിൽ നോക്കി നിങ്ങൾക്ക് കാണാം. പല മോഡലിലുള്ള വാക്കാത്തികളാണ്. ഇതിൽ ഓരോ പിടികളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഉണ്ടോ? പല മോഡലുള്ള വാക്കാത്തികൾ, മീൻ മുറിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ ആമസോണിലും സംഭവങ്ങളിലൊക്കെ കിട്ടുന്ന മോഡൽ വെറൈറ്റി സംഭവങ്ങളുണ്ടോ കത്തികൾ. പിന്നെ മഴുവുണ്ട്, കോടാലി. താഴെ നോക്കി നിങ്ങൾക്ക് കാണാം. കണ്ടോ? വെറൈറ്റി മഴുവുണ്ട്. പണ്ട് കാലങ്ങളിലുള്ള ടൈപ്പ് മഴുവൊക്കെ ഉണ്ടോ? ഇതുണ്ടോ? ഉണ്ടോ? പണ്ട് കാലങ്ങളിലുള്ള ടൈപ്പ് മഴുവാണ്. അല്ല, മഴു എന്നല്ല പറഞ്ഞത്, കോടാലി. അതെ, ആ മഴുവിൻ്റെ മോഡലുള്ള ഒരു രീതിയിലുള്ള കോടാലി. അതായത് കുഞ്ഞു തൂമ്പകളുണ്ട്. കണ്ടോ? വെറൈറ്റി ഉണ്ട്. കുഞ്ഞു തൂമ്പകൾ കണ്ടോ? പിന്നെ അതുപോലെ വലിയ തൂമ്പകളുണ്ട്. ഇത് കത്തികൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. കണ്ടോ? അത് ഇഷ്ടംപോലെ കത്തികളുണ്ട്. വെറൈറ്റി കത്തികൾ. അരിവാള്, കോട്ടയം മോഡൽ അരിവാളുണ്ട്. കണ്ടോ? കോട്ടയം മോഡൽ അരിവാളുണ്ട്. ഇത് ഈ സംഭവമൊക്കെ നിങ്ങൾ കണ്ടോ? ഒരു വെറൈറ്റി സംഭവം നോക്കി. കണ്ടോ? ഇതിനൊക്കെ വർക്ക് കണ്ടോ? ഇതിൻ്റെ പിടി കണ്ടോ? ഈ ഇരുമ്പിൻ്റെ കട്ടി നിങ്ങൾ നോക്കി. എന്ത് കട്ടി നോക്കി. എന്ത് സാധനം വെട്ടിയാലും ഇതൊന്നും കണ്ടോ? ഇവിടുത്തെ കട്ടി നോക്കി. അതാണ്. അതുപോലെ വെറൈറ്റി ഒത്തിരി സംഭവങ്ങളുണ്ട്. അത് ഇത് തന്നെയായാലും നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഇതുണ്ടോ? അത് ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടോ? ഇത് കണ്ടോ? ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പല മോഡലിലുള്ള സംഭവങ്ങളുണ്ട്. അത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഇതൊരു പ്രത്യേക വെറൈറ്റി സാധനമാണ്. ഇതെന്താണെന്ന് എനിക്ക് കണ്ടപ്പോൾ ആദ്യം തന്നെ ഒരു ഇത് തോന്നി. ഞാനത് ചെറിയ തേങ്ങ ഒതുക്കാനുള്ള സാധനമായിരിക്കും ആദ്യം ഓർത്തെ. അപ്പോൾ ഇത്രയും ചെയ്യാൻ ഈ പിള്ളേർക്ക് കളിക്കാനുള്ളതൊക്കെ ആദ്യം ഓട്ടെ. പിന്നെ അവൾ ചോദിച്ചു, വിഷ്ണുമച്ചാനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അടക്കയില്ല, അടയ്ക്ക കവുങ്ങിൻ്റെ അടയ്ക്ക, അതൊക്കെ പൊളിക്കാൻ വേണ്ടിയുള്ളതാണിത്. ചെറുതായിട്ട് ഇങ്ങനെ നമ്മളത് ചെയ്തോ. ഇതൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് പൊളിക്കാനാണ്. നമ്മൾ സാധാരണ കണ്ടാൽ തേങ്ങ പൊളിക്കാനൊക്കെ അല്ലേ. ഞാൻ അങ്ങനെയാണ് ആദ്യം ഓർത്തത്. പക്ഷേ ഇത് അടയ്ക്ക പൊളിക്കാനാണ്. നല്ല അടിപൊളി മീൻ മുറിക്കാം, ചിക്കൻ മുറിക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. VVS കട്ട്ലറീസിൻ്റെ മുദ്രയും തന്നെ ഇവിടെ ഉണ്ട്. കണ്ടോ? VVS കണ്ടോ?
വെറൈറ്റി കുറെ കത്തികളുണ്ടെന്ന് പറഞ്ഞത് ഇവിടെ നോക്കി കാണാൻ തീയതുണ്ടോ? അതെ, ഈ സംഭവങ്ങളുണ്ടോ? അത്യാവശ്യം ഇറച്ചി നുറുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള കത്തിയാണ്. അതുണ്ടോ? ഇതിന്റെ ഷേപ്പും വർക്കും കാര്യങ്ങളെല്ലാം കണ്ടോ? ഇതിന്റെ പിക്ചറായിട്ട ചിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കത്തികളെന്ന് അറിയാൻ തന്നെ VVS എല്ലാത്തിലും മുദ്രയുണ്ട് കേട്ടോ. ഈ മൊത്തം അങ്ങനത്തെ മോഡലുകളാണ് കേട്ടോ. അത് പല മോഡലുകളുണ്ടോ? ഇത് റോളക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യ ഒരു സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കത്തി കണ്ടോ. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഇത് ഷെഫ് കത്തിയാണ്. ഇതിൻ്റെ ഇവിടെ ഒരു കുഴിവുണ്ടോ? ഇത് എന്നാ വെച്ചാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടോ, നമ്മൾ ഈ വശം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ സവാളയും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഷെഫ് കത്തി ഉണ്ടോ. അങ്ങനെ ഒരു മോഡലാണ്. ഇതിനെല്ലാം നമുക്ക് വീടുകളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ്. ഇതുണ്ടോ, ഇത് ഇങ്ങനെ വെച്ചിട്ട് മീൻ മുറിക്കുക, പച്ചക്കറി അരിയുക, അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കണേ വേറൊരു മോഡൽ കത്തിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്നാ പറഞ്ഞത് കശാപ്പ് കത്തി. കശാപ്പ് കത്തിയുടെ വേറൊരു മോഡലാണ് നമ്മുടെ കശാപ്പ് കത്തിയിൽ. ഇതിൻ്റെ വേറൊരു മോഡലാണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് സൈഡിലൊക്കെ ഉപയോഗിക്കണം. നമ്മുടെ ഇടുക്കിയിലും കാര്യങ്ങളിലൊന്നും ഇങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ തീരെ നൈസാണ്. വെച്ച് കൊടുത്താൽ ഇങ്ങനെ കീറി അങ്ങ് പോകും. അങ്ങനെ സിമ്പിളായിട്ട് മുറിഞ്ഞോള സൈസ് കശാപ്പത്തിയാണ്. നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന വേറെ മോഡലാണ്. അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഇടുക്കിയിലൊക്കെ ഉപയോഗിക്കുന്ന കശാപ്പ് കണ്ടോ. ഇതെല്ലാം നമ്മുടെ VVS കട്ട്ലേറ്റിൽ അടിമാലി ഷോപ്പിൽ നമ്മുടെ 2 ഷോപ്പിലും അവൈലബിൾ ആണ്. നമ്മുടെ കത്തിയാന്നുള്ളതിന്റെ തെളിവ് നമുക്കിത് ഫുൾ ഗ്യാരണ്ടിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ VVS കട്ട്ലേറ്റ് എന്നുള്ള ഈ മുദ്ര നിങ്ങൾ മറക്കണ്ട. അതാണ് നമ്മുടെ ഫുൾ ഗ്യാരണ്ടിയും കാര്യങ്ങളുള്ള കണ്ടോ. സൂക്ഷിച്ച് വയ്ക്കുന്നത് കാണാം. വീടുകളിലേക്കൊക്കെ ഇറച്ചി നുറുക്കാനും എല്ല് വെട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതിന്റെ വെറൈറ്റി കുറെ മോഡലുകളുണ്ട്. അതെ, ഈ സംഭവം കണ്ടോ, ഇതിന്റെ കട്ടി നിങ്ങൾ നോക്കി, എന്ത് കട്ടി നോക്കി. ഇത് നമ്മുടെ കടകളിലൊക്കെ ഉപയോഗിക്കണം. കടകളിൽ എല്ലൊക്കെ വെട്ടാനും ഇറച്ചി വെട്ടാനും ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി. അതുപോലെയാണ് ഈ സംഭവം. ചില ആളുകൾക്ക് എല്ല് വെട്ടാനൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മുട്ടിയൊക്കെ ഇങ്ങനെ ചീമ്പാനും ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ പണിത് തരുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ മോഡൽ. ഈ വളഞ്ഞ മോഡൽ വേറെ ഉണ്ട്, ചെറിയ മോഡൽ. നല്ല വെയിറ്റ് ആണ് ഇതിന്. അത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് കണ്ടോ, ഇതാണ് മുതൽ കണ്ടോ. ഇതും നല്ല വെയിറ്റ് ഉണ്ട്. ഈ സംഭവം ഇങ്ങനെ വളഞ്ഞിരിക്കണോ. ഇത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ മുട്ടി അവിടെ ഇറച്ചിയൊക്കെ ഇങ്ങനെ കൊത്തി വിട്ടിട്ട് മുട്ടി ഇങ്ങനെ ചീമണുണ്ടോ, അങ്ങനെ ചെറുക്കി വിടാൻ. അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എല്ലൊക്കെ വെട്ടാനും ഇതിനു വേണ്ടി. നമ്മുടെ കടകളിലൊക്കെ നല്ല സെയിലും കാര്യങ്ങളുള്ളതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഏത് ആകൃതിയിലാണ് വേണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും. ഇതിപ്പോൾ ഇരുമ്പിൻ്റെ തന്നെ പിടിയും കാര്യങ്ങളായിട്ടാണ്. അല്ലാതെ വേണമെങ്കിൽ നമ്മൾ പണിത് തരും വീടുകളിലേക്കോ, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഏത് തൂക്കത്തിനനുസരിച്ച് നമ്മൾ പണിത് തരും. ഇതൊക്കെ നല്ല തൂക്കമാണ്. അതിൻ്റെ വെറൈറ്റി കുറേ നമ്മുടെ മോഡലുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ. അത് ഇതുണ്ടോ, ഇത് ആ തുമ്പില്ലാത്ത മോഡൽ സാധനമാണ്. ഇതുപോലെ വെറൈറ്റി സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ പണിത് തരുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ കണ്ടോ, അതെ, ഇതെല്ലാം വെറൈറ്റി മോഡലുകളാണ് ഇരിക്കണോ. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ, നമ്മുടെ വീടുകളിലേക്കൊക്കെ കണ്ടോ, വീടുകളിലേക്കൊക്കെ ഇറച്ചി വെട്ടാം, അല്ലെങ്കിൽ എല്ല് ചെറിയ മീനൊക്കെ വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡൽ കത്തിയാണ് ഇത്. ഇതുപോലെ തന്നെ പല മോഡലും വെറൈറ്റി, നീട്ടം കൂടിയ നീട്ടം കുറഞ്ഞതും പല ആകൃതിയിലുള്ള ഷേപ്പും ഉണ്ട്. പിന്നെ വേറെ മോഡലേ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് രണ്ട് മോഡലാണ്. ഇതുണ്ടോ, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞ വീടുകളിൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തേങ്ങ പൊട്ടിക്കാം. അതിനുവേണ്ടി വെയിറ്റ് കുറവാണ്, വെയിറ്റ് തീരെ കുറവാണ്. തേങ്ങ പൊട്ടിക്കാനും ചെറിയ വിറക് കഷ്ണം കമ്പൊക്കെ കൊത്താനും അങ്ങനെയുള്ള മോഡലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ വെറൈറ്റി ഒത്തിരി മോഡലുകൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ഇതൊക്കെ വേറെ വെറൈറ്റി മോഡലുകൾ. അതുണ്ടോ, കണ്ടോ, ഇതൊക്കെ ഓരോ മോഡലുകളാണ്. ഇതിന്റെ പിടി തന്നെ നിങ്ങൾ കണ്ടോ, പിടി തന്നെ പല രീതിയിലും പല കളറിലും ഉള്ള പിടികളാണ്. അതുപോലെ തന്നെ പിന്നെ വേറൊരു വെറൈറ്റി മോഡലുണ്ട്. ഇത് നമ്മുടെ വീടുകളിലേക്ക് അടുക്കള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. ചെറിയ കാര്യങ്ങളൊക്കെ മുറിക്കാൻ, പച്ചക്കറി അരിയാം, മീൻ മുറിക്കാം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അരിയാനുള്ള അങ്ങനത്തെ സംഭവമാണ് ഇരിക്കുന്നത്. പിന്നെ വേറെ കുറേ ഇങ്ങോട്ട് തിരിഞ്ഞാലുണ്ട്, നിങ്ങൾ നോക്കി കാണാം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട വലിയ കത്തികളാണ്. പിന്നെ നമ്മുടെ വീടുകളിലേക്ക് പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഉള്ളി കൊണ്ടുവിളിക്കാൻ, അങ്ങനെ ചെറിയ കുഞ്ഞു പച്ചക്കറികൾ പയറുകളൊക്കെ അറിയാൻ വേണ്ടിയുള്ള ചെറിയ കത്തികളുണ്ട്. അതിൻ്റെ സെക്ഷനാണ് നമ്മൾ ഈ അടിയിലിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ചെറിയ കത്തികളാണ്. ചെറിയ ഉള്ളി, ചുവന്നുള്ളി, അങ്ങനെ കാര്യങ്ങൾ കണ്ടിക്കാനുള്ള സാധനമാണ്. അത് ഇതുണ്ടോ, ഇതായാലും ഇതുണ്ടോ, ഇതെല്ലാം ആ മോഡൽ കത്തികളാണ്. ഇതുണ്ടോ, ചെറിയ ഉള്ളി, പച്ചക്കറി, ഇതുണ്ടോ, ഇതൊക്കെ നല്ല സിമ്പിളല്ലേ നോക്കി. ഇതെന്ന് വെച്ചാൽ വില കുറവാണ്, നല്ല ഗുണമാണ് സാധനത്തിനൊക്കെ. പെട്ടെന്ന് കംപ്ലൈൻറ്റും വരില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. അതെ, ഇതുണ്ടോ, ഇതൊക്കെ അതുപോലെ തന്നെ പച്ചക്കറി അരിയാം, നീട്ടുള്ള പച്ചക്കറി, പാവയ്ക്ക, തക്കാളി, അങ്ങനെ സാധനങ്ങൾ, സവാളയൊക്കെ അരിയാം, അങ്ങനെ അരിയാനുള്ള സാധനങ്ങളാണ് ഇത്. കണ്ടോ, ഇങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ കുറേ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല സവാളയൊക്കെ നല്ല സെറ്റപ്പായിട്ട് അരിയും. ചുമ്മാ സിമ്പിളാണ്, വെയിറ്റ് ഇല്ല, തീരെ വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടോ. അതുകൊണ്ടോ ഇപ്പം ചുണ്ടുള്ളതുണ്ട്. ഇത് പഴം മുറിക്കാം, അങ്ങനെ കടകളിലേക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ വീടുകളിലേക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. തുമ്പുള്ളത് അങ്ങനത്തെ മോഡലുണ്ട്. ഇതുണ്ടോ, ഇത് സർജിക്കൽ ബോർഡിൻ്റെ ഒരു സംഭവമാണ്. ഭയങ്കര മൂർച്ചയാണ്.
പച്ചക്കറിയോ മീനോ അങ്ങനെ സാധനങ്ങളൊക്കെ അറിയാം. സിമ്പിളാണ്, വെയിറ്റ് ഇല്ല. അതാണ് നമുക്ക് പറഞ്ഞത്, പെട്ടെന്ന് നമുക്ക് വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, അതേ ഓരോ മോഡലുണ്ടോ. ഇത് എങ്ങനെ വേണമെങ്കിലും കണ്ടിക്കാനുള്ള, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പച്ചക്കറി സാധനങ്ങൾ എല്ലാം അറിയാം. കുമ്പളങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതുണ്ടോ, ഇതൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെ സവാളയൊക്കെ നല്ല കിടലിനായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, വിലയും കുറവാണ്, നല്ല ഗുണമാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ കത്തികളാണ്. കത്തികളും വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തികളും കാര്യങ്ങളാണ് പരിചയപ്പെട്ടത്. ഇനി നമുക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, അതൊന്ന് പരിചയപ്പെടാം. ഇതുണ്ടോ, വാക്കത്തി നിങ്ങളുണ്ടോ, ഇതുണ്ടോ, ഇത് പോത്താനിക്കാട് വാക്കത്തി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആ സൈഡിലേക്കുള്ള വാക്കത്തികളാണ്. കേട്ടോ, തുമ്പ് ഒത്തിരി വളയാത്ത രീതിയിലുള്ള മോഡൽ വാക്കത്തികളാണ് ഇത്. പിന്നെ അതെ ഇത് കണ്ടോ, ഏലത്തിന്റെ കളക്കത്തി എന്നാണ് അറിയപ്പെടുന്നത്. വെയിറ്റ് കുറവാണ്, സിമ്പിളായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. ഏലത്തിന്റെ കളക്കത്തി, ഏലക്കത്തി എന്നൊക്കെയാണ് ഇതിന് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ അതെ ഇതുണ്ടോ, ഇത് വളഞ്ഞിരിക്കണോ, ഇത് വളഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ഓർക്കത്, ഇത് വളഞ്ഞു പോയാൽ ഞാൻ അങ്ങനെ ഓർത്തെ, ഈ കാട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് ഈ വളഞ്ഞിരിക്കുന്നത്. അത് ഏലത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതെ ഇതുണ്ടോ, ഇത് നല്ല അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇതിന്റെ പിടിയൊക്കെ നിങ്ങൾ കണ്ടത് ഇങ്ങനെ വളഞ്ഞ് നല്ല റൗണ്ടിൽ അത്യാവശ്യം കട്ടിയും കല്ലുണ്ട്. നമ്മൾ വയനാട് ഭാഗങ്ങളിലേക്ക് ഒക്കെ കാപ്പിയുടെ കമ്പ് കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, തേയിലയുടെ ഇത് കിട്ടാനും മൂന്നാറിലൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത്. കണ്ടോ, ഈ മോഡൽ. ഇങ്ങനത്തെ തന്നെ വെറൈറ്റി കുറേ മോഡലുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ എന്നാ പറഞ്ഞത്, നമ്മുടെ വീടുകളിലൊക്കെ ചുമ്മാ നമ്മൾ പറമ്പിലൊക്കെ കയറി പോകുമ്പോൾ മുരിക്കിന്റെ ചെറിയ കമ്പ് കിട്ടാൻ, ചെറിയ തളുപ്പൊക്കെ കിട്ടാൻ, അങ്ങനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന, ചുമ്മാ കൈ പിടിച്ച് നമ്മൾ പോകുമ്പോൾ ചെറിയ കാടൊക്കെ കിട്ടാനില്ല, അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ അതിൻ്റെ വേറൊരു മോഡലാണ് ഇതുണ്ടോ, ഇച്ചിരി വലിപ്പം കൂടിയതാണ്. അതിനെ നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാൾ ഇച്ചിരി വലിപ്പം കൂടിയത്. ചുമ്മാ നമ്മളിപ്പോൾ പറമ്പിക്കൂടെ പോയി എല്ലാം കണ്ടുവരാന്ന് വെച്ചൊക്കെ പോയി കഴിയുമ്പോൾ ചുമ്മാ ഒരു കാട് കാണുമ്പോൾ ഒരു കോന്തി ഒരു വലിയ വലിയ അങ്ങനെ പോകാനുള്ള സംഭവമാണ്. ഒത്തിരി വലിയ മരങ്ങളും കാര്യങ്ങളും വെട്ടാനുള്ളതല്ല, സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇതിൽ കുറച്ച് ചോക്കടൊക്കെ ഉണ്ട്. കോട്ടയം മോഡൽ അരുവ മുതൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് കോട്ടയം മോഡൽ അരുവ. കണ്ടോ, നമ്മുടെ ഇവിടെ ഇങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ചോദിച്ച് വരയ്ക്കുക. നമുക്ക് ഓൺലൈനിൽ കുറേ ഓർഡറും കാര്യങ്ങളുണ്ട് നമ്മുടെ വീഡിയോ കമ്പനീസിന്, അതിനുവേണ്ടിയൊക്കെ പണം ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് വന്ന് അത്യാവശ്യക്കാർ ചോദിച്ചാൽ മൂന്നാർ റോഡാണ്. മൂന്നാർ പോകുമ്പോൾ അടിമാലിൽ വരാതെ എന്തായാലും പോയില്ല, നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മോഡൽ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ മോഡലുകളുണ്ട് പണം വെച്ചാൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മുമ്പേ വിളിച്ച് ബുക്ക് ചെയ്ത് ഏത് മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിൽ വണ്ടി നിർത്തി നിങ്ങൾക്ക് മേടിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. ആ മോഡലുണ്ട്. പിന്നെ വേറെ വ്യത്യസ്ത മോഡലുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് കോയിത്തരുവാൾ എന്നൊക്കെ പറയും. കണ്ടോ, നമ്മുടെ കോയിത്തരുവാൾ, സാധാ അരുവാൾ, കോയിത്തരുവാൾ, ആ മോഡലുണ്ട്. പിന്നെ വേറൊരു വെറൈറ്റി വമ്പൻ സംഭവമാണ് ഇത്. ഇതുണ്ടോ, ടയറിന്റെ പിടിയാണ്. ഇതിന്റെ കട്ടി നിങ്ങളുണ്ടോ, നല്ല കിടിലം കട്ടി. ഇതിന്റെ ഷേപ്പും കണ്ടോ, എത്ര ഹാർഡുള്ള മരം വെട്ടിയാലും നമ്മുടെ കൈ വേദനിക്കോ വേറൊരു പ്രശ്നമില്ല. അതിന്റെ വായത്തിന് ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യത 100% ഇല്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫുൾ ഗ്യാരണ്ടിയോടുകൂടി ചെയ്തു തരുന്നതായിരിക്കും. കണ്ടോ, ഈ മോഡല് വെറൈറ്റി കുറേ സംഭവങ്ങൾ, തൂക്കം അനുസരിച്ച് പല തൂക്കത്തിലും വലുപ്പത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഇത് നമ്മൾ കണ്ടോ, ആദ്യം കാണിച്ചോളത്തെ വാക്കത്തിൻ്റെ ഒരു ചെറിയ മോഡലാണ് ഇത്. ഇതുണ്ടോ, ഇത് നമ്മൾ ആദ്യം കാണിച്ചോളത്തെ വാക്കത്തിൻ്റെ വേറൊരു മോഡലാണ്. എൻ്റെ പിടി ഒക്കെ കാണാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. രണ്ട് പിടിയാണ്. കണ്ടോ, കണ്ടോ, ഇത് എല്ലാത്തിനും പുറമെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുമെങ്കിൽ നമ്മുടെ ഈ ഫിനിഷിംഗ് ഉണ്ടോ, ഈ ക്ലിയർ ഫിനിഷിങ് കാര്യങ്ങളൊന്നും കാണാം. എല്ലാത്തിനും പാടും കാര്യങ്ങളും കാണും. പിന്നെ നമ്മുടെ VS കട്ട്ലേഴ്സ് എന്നുള്ള ഈ മുദ്ര ഉണ്ടോ എന്ന് നോക്കി വേണം മേടിക്കാൻ. അല്ലാതെ ഡ്യൂപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വ്യാജന്മാർ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. വ്യാജനല്ല, വേറെ കമ്പനികളിലൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ തന്നെ മേടിക്കണമെങ്കിൽ നമ്മൾ നല്ല ഫുൾ ഗ്യാരണ്ടിയോട് കൂടിയാണ് തന്നെ. എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ മാറ്റി തരും. കംപ്ലൈൻറ്റ് വരാറില്ല ഇനി തന്നെ മാറ്റി തരും. അപ്പോൾ നമ്മുടെ മുദ്ര എന്തായാലും മറക്കാതെ നിങ്ങൾ നോക്കണം. ഇങ്ങനത്തെ വ്യത്യസ്ത മോഡലുണ്ട്. പിന്നെ എന്താ പറയുക, ഇതുണ്ടോ, ഇതൊക്കെ അതിൻ്റെ വേറെ മോഡലുകളാണ്. കണ്ടോ, പിടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. കണ്ടോ, പിന്നെ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടോ, ഉണ്ടോ. ഇങ്ങനത്തെ ഇനി ഒത്തിരി സംഭവങ്ങൾ വരാനുണ്ട് കേട്ടോ. നമ്മളൊന്ന് ഉദ്ഘാടനം ആയതുകൊണ്ട് പെട്ടെന്ന് കുറെ അത്യാവശ്യം സംഭവങ്ങൾ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇനി ഇഷ്ടംപോലെ ഇന്നും നാളെയൊക്കെ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കയറി നോക്കുക. പിന്നെ എന്നാ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാർ റോഡ്, മൂന്നാറിന് പോകുമ്പോൾ അടിമാലി ഗവൺമെന്റ് സ്കൂളിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോകുമ്പോൾ വണ്ടി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഷോപ്പ് കൂടെ കാണാൻ പറ്റും. ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വരിക, സന്ദർശിക്കുക. എന്നാ അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൽ വരിക, സന്ദർശിക്കുക. ഇവിടെ കയറി കഴിഞ്ഞ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സഹായമാണ് നമ്മുടെ വിജയം. ഇതാണ് മൂന്നാറിന് പോണ വഴി. ഗവൺമെന്റ് സ്കൂൾ ഇതാണ്. താഴെ നമ്മൾ വെച്ച് കാണാം നമ്മുടെ കോതമംഗലം, അവിടെ തന്നെ വഴിയാണ്. ആ കോതമംഗലത്തെ തന്നെ ആ റൂട്ടാണ്. ആ റൂട്ടും കൂടെ കാണിച്ചു കൊടുത്ത് അറിയാം നിങ്ങൾ വഴിയുണ്ടോ. ഞാൻ നിൽക്കണുണ്ടോ, അടിമാലി സെൻട്രൽ ജംഗ്ഷൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് തന്നെ. അപ്പോൾ നമ്മൾ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വേറെ വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ വരും. അതെല്ലാവർക്കും ബൈ.